സ്വർഗത്തേക്കുള്ള സോപാനം, പർവ്വതാരോഹകരുടെ സ്വപ്നശൈലം, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്കുള്ള നടപ്പാത. ഇത് ഹിമാലയത്തിലെ സ്വർഗാരോഹിണി ദർശനത്തിനുള്ള സഞ്ചാരമാണ്. മഹാഭാരത യുദ്ധത്തിന്റെ വ്യർത്ഥതയിൽ വ്യഥപൂണ്ട് പാണ്ഡവർ നടത്തിയ വാനപ്രസ്ഥത്തിന്റെ സഞ്ചാരപഥം. ധർമ്മനിഷ്ഠയ്ക്കായി സ്വർഗം പോലും ത്യജിക്കാൻ തയ്യാറായ ധർമ്മപുത്രരുടെയും പിന്തുടർന്നു വന്ന കൂടപ്പിറപ്പുകളുടെയും പാദമുദ്ര പതിഞ്ഞെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം. സ്വർഗാരോഹിണിയിലേക്കുള്ള പടിവാതിലെന്ന് വിശേഷിപ്പിക്കാറുള്ള ഹർകീദുൺ ഹിമാലയത്തിലെ ഏറ്റവും പുരാതനവും ദൂരം കൂടിയതുമായ ട്രക്കിംഗ് പാതകളിലൊന്നാണ്. ഹിമാലയത്തിലെ ഗഡ്വാളിൽ ഉത്തരകാശി ജില്ലയിലെ ഹർകീദുൺ പർവ്വതാരോഹകരുടെ സ്വപ്ന സഞ്ചാര പഥമാണ്. പൊന്നണിഞ്ഞ പൈൻകാടുകളിലൂടെ യമുനാ നദിയുടെ നീരുറവിടമായ കൈവഴികൾ താണ്ടി ശാദ്വല ഭൂമിയിലൂടെ സ്വർഗാരോഹിണി ഹിമശൈലനിരകൾ കണ്ടുള്ള യാത്ര അവിസ്മരണീയമാണ്. ഡൽഹിയിൽ നിന്ന് ഡെറാഡൂൺ, ഡെറാഡൂണിൽ നിന്ന് 10 മണിക്കൂർ റോഡ് മാർഗം സാംഗ്രി. സാംഗ്രി ഹർകീദുൺ യാത്രയുടെ അടിവാരമാണ്. പർവ്വതാരോഹകരുടെ ബേസ് ക്യാമ്പ് ഇവിടെയാണ്. ഒറ്റയടി പാതയിലൂടെയുള്ള മലകയറ്റത്തിന് പാദരക്ഷ, രോമക്കുപ്പായം, പർവ്വതസാനുവിൽ രാപ്പാർക്കാൻ കൂടാരം, ഭാരം ചുമക്കാനുള്ള കുതിരകൾ, വച്ചുണ്ണാനുള്ള സാമഗ്രികൾ എല്ലാം സാംഗ്രിയിൽ ലഭ്യമാണ്. പദയാത്ര തുടങ്ങുകയാണ്. ഹിമാലയ സാനുവിലെ കൊടും വഴികളിലൂടെയാണ് യാത്ര. നൂറ്റാണ്ടുകളായി ചെങ്കുത്തായ മലയോരത്തുകൂടി പൂർവയാത്രികർ നടന്നുഴുതിട്ട വഴി. നടവഴിക്ക് താഴെ അഗാധ ഗർത്തത്തിൽ വെള്ളിരേഖ പോലെ യമുനാ നദിക്ക് നീര് പകരും കൈവഴികൾ. ഒരു ദിവസം ശരാശരി 6 മണിക്കൂർ മലകയറ്റം. വഴിയോരത്തെ പാറക്കെട്ടിൽ നിന്ന് ഊർന്നു വരുന്ന ജലകണങ്ങളാണ് ദാഹശമനി. ആദ്യ ദിനത്തിൽ തലൂക്ക വഴി പൗനി ഗരാത്തിലേക്ക്. ഹർകീദുൺ ഹിമാലയ കയറ്റത്തിന്റെ 2ാം പാദം കൂടുതൽ കഠിനമാവുകയാണ്. എന്നാൽ പർവ്വതശൃംഗങ്ങളുടെ അടരുകൾക്കപ്പുറം ഒളിപ്പിച്ചിരിക്കുന്ന സ്വർഗവാതിലാണ് ഈ യാത്രയുടെ സ്വേദമകറ്റുന്നത്. പാണ്ഡവരെ മഹാപ്രസ്ഥാനത്തിലുടനീളം ഒരു നായ അനുഗമിച്ചിരുന്നു. തലൂക്ക മുതൽ യാത്രയുടെ അന്ത്യം വരെയും തിരിച്ചും അവൾ ഞങ്ങൾക്കൊപ്പമുണ്ട്. ട്രക്കിംഗ് ഡോഗ് എന്ന വർഗ്ഗക്കാരാണിവർ. ഓരോ സംഘത്തിനും അനുയാത്രയ്ക്കായി ഒരു നായയുണ്ടാകും. ചെസ്നട്ട്, വാൾനട്ട്, ചിനാർ മരങ്ങളുടെ നിഴൽ പറ്റി സീമ ഒസ്ല എന്ന സ്ഥലത്തേക്കാണ് യാത്ര. സുപിൻ നദിയുടെ വലതുവശം ചേർന്ന് പർവ്വതസാനുവിൽ പറ്റിച്ചേർന്ന് നീളുന്ന നടപ്പാത. ഇടയ്ക്കിടെ മരപ്പാലത്തിലൂടെ സുബിനെ മറികടക്കുന്നു. സുബിനപ്പുറം കുത്താക്കുത്ത് കയറ്റം കയറിയിറങ്ങുന്നത് ഹിമാലയത്തിന്റെ ശാദ്വല ഭൂവിലേക്കാണ്. മലമടിയിലെ പച്ചപ്പിന്റെ കടൽപ്പരപ്പിനപ്പുറം കാവലാളായി കൊടുമുടികൾ. കൽക്കാത്തി ധറിൽ പ്രകൃതി അടിമുടി മാറുകയായി. ഇനി യാത്ര കൂടുതൽ കടുക്കുന്നു. പ്രാണവായു നേർത്ത് ശ്വാസഗതിയുടെ ആവേഗം കൂടുന്നു. കഠിനത്തിൽ നിന്ന് അതികഠിനത്തിലേക്കുള്ള മലകയറ്റം. കൽക്കാത്തി ധർ കടന്നാൽ ഹാത്ത കൊടുമുടി കാഴ്ചപ്പുറത്തെത്തുന്നു. ഹാത്ത കൊടുമുടിയുടെ മടിത്തട്ടിലാണ് ഹർകീദുൺ. സീമ ഒസ്ലായിൽ കൂടാരത്തിൽ അന്തിയുറങ്ങാം. ഹിമവത് ശൃംഗങ്ങളിലെ വിസ്മയ കാഴ്ചകളിലേക്ക് അടുത്ത പ്രഭാതത്തിൽ മിഴി തുറക്കാൻ. ഉത്തർകാശിയിലെ സാംഗ്രിയിൽ നിന്നും 30 കിലോമീറ്റർ ഹിമാലയത്തിന്റെ നിമ്നോന്നതങ്ങളിലൂടെയുള്ള പർവ്വതാരോഹണം 4ാം നാൾ ഹർകീദുണിലെത്തും. സമുദ്രനിരപ്പിൽ നിന്നും 14,000 അടി ഉയരത്തിലാണ് ഹർകീദുൺ.
ഹിമാലയത്തിന്റെ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാനുള്ള ട്രക്കിംഗ് സംഘങ്ങളുടെ ഇടത്താവളമാണ് ഇവിടം. ഇവിടെ നിന്നാണ് സ്വർഗാരോഹിണിയുടെ സമീപ ദർശനത്തിനായി ജോൻധാർ ഗ്ലേഷ്യറിലേക്കും മനിന്ദാൽ തൽ പാസിലേക്കുമുള്ള യാത്ര. ഡിസംബർ മുതൽ മാർച്ച് വരെ ഈ പ്രദേശം പൂർണ്ണമായും മഞ്ഞു മൂടിക്കിടക്കും. മിക്ക ട്രക്കിംഗ് സംഘങ്ങളും യാത്ര ഇവിടെ അവസാനിപ്പിച്ചു മടങ്ങുകയാണ് പതിവ്. സ്വർഗാരോഹിണിക്ക് മുൻപുള്ള ഹാത്ത കൊടുമുടിയുടെ മടിത്തട്ടിലാണ് ഹർക്കിദൂൺ. ഈ ഹിമവത് ഗ്രാമങ്ങളിലെ ജനങ്ങൾ മഹാഭാരതത്തിലെ പാണ്ഡവരുടെയും കൗരവരുടെയും പിന്മുറക്കാരാണെന്ന് വിശ്വസിക്കുന്നു. ഹർക്കിദൂണിൽ നിന്ന് 6 കിലോമീറ്റർ ചെങ്കുത്തായ പർവ്വത പാർശ്വത്തിലെ ഒറ്റയടി പാതയിലൂടെ നടന്നാൽ ജോൻധാർ ഗ്ലേഷ്യറിലെത്താം. അവിടെ നിന്നാൽ സ്വർഗാരോഹിണി അടുത്തു കാണാം. സമുദ്രനിരപ്പിൽ നിന്നും 20,511 അടി മുകളിലുള്ള സ്വർഗാരോഹിണി ഇതുവരെ ആരും കീഴടക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. കിഴുക്കാൻ തൂക്കായ പർവ്വത പാർശ്വത്തിൽ ഒരു പാദം മാത്രം ഊന്നാൻ പോന്ന മെലിഞ്ഞ ഒറ്റയടി പാതയിലൂടെയാണ് ഇനി യാത്ര. താഴെ നോക്കത്താ ദൂരത്തിൽ അഗാധഗർത്തത്തിൽ നൂൽപ്പുഴ പോലെ ടോൺസ്. ജോൻധാർ ഹിമാനി അലിഞ്ഞിറങ്ങി ടോൺസ് നദിയായി രൂപാന്തരം കൊള്ളുന്നു. ഒടുവിൽ യമുനയിൽ ചേരുന്നു. ജോൻധാർ ഗ്ലേഷ്യറിലേക്കുള്ള കയറ്റം അതിസാഹസികമാണ്. താഴ്വാരവും മലയോരവും ദുർഘടമായ പാറക്കെട്ടുകളും താണ്ടിയുള്ള യാത്ര. ഇടയ്ക്കിടെ വെള്ളമുറഞ്ഞ് മഞ്ഞായ തടാകത്തിന് മുകളിലൂടെയാണ് യാത്ര. പ്രാണവായു നന്നേ കുറവ്. നടത്തം ആയാസകരം. ജോൻധാർ ഗ്ലേഷ്യറിലേക്ക് 6-7 മണിക്കൂർ നടക്കണം. മലയടിവാരത്തിലൂടെ മഞ്ഞലിഞ്ഞിറങ്ങുന്ന തെളിനീർച്ചോല കടന്ന് ശില്പസമാനമായ പാറക്കൂട്ടങ്ങൾ കടന്നെത്തുന്നത് ജോൻധാറിലേക്കാണ്. തൊട്ടടുത്ത് സ്വർഗാരോഹിണി. സ്വപ്ന സമാനമായ സ്വർഗാരോഹിണി കൊടുമുടി 4 എണ്ണമുണ്ട്. സ്വർഗാരോഹിണി 1-ന് 20,511 അടി ഉയരമുണ്ട്. ഈ കൊടുമുടി മാത്രമേ നമുക്ക് കാണാനാകൂ. മറ്റു 3 സ്വർഗാരോഹിണികളും ഇതിനു പിന്നിൽ മറഞ്ഞു നിൽക്കുന്നു, നമുക്ക് ദർശനം തരാതെ. ഒരു പക്ഷേ സ്വർഗവാതിലിലേക്കുള്ള വഴികൾ എല്ലാവർക്കും മുന്നിൽ തുറക്കാൻ പാടില്ലായിരിക്കാം.